യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞായറാഴ്ച ദിവസമാണ്. ലോകം മുഴുവൻ അർപ്പിക്കുന്ന എല്ലാ വിശുദ്ധ ബലിയോടും ചേർത്ത് നിങ്ങളെയും സമർപ്പിച്ച് ദൈവകരങ്ങളിൽ കൊടുത്ത് പ്രാർത്ഥിക്കുന്നു. നാളുകളായി മുടങ്ങാതെ ഈ വചനം കേൾക്കുന്നവരുണ്ട്. എത്ര തിരക്കാണെങ്കിലും എന്തെല്ലാം അസൗകര്യങ്ങളുണ്ടെങ്കിലും മുടക്കാതെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട്. ഈ വചനം വായിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പറയുമ്പോൾ അത് ദൈവം എന്നോട് സംസാരിക്കുന്നൊരനുഭവം പലർക്കും ഉണ്ടാവും. ഇന്ന് വചനം കേൾക്കുമ്പോൾ ദൈവവചനത്തിന് ശക്തിയുണ്ടെന്ന് മനസ്സിലാക്കാനും അനുഭവിക്കാനും കഴിയുന്ന നല്ല അനുഭവങ്ങളെ ദൈവം ഇന്ന് സമ്മാനിക്കട്ടെ. കേൾക്കുന്ന വിശ്വസിക്കുന്ന ദൈവത്തിനും ദൈവവചനത്തിനും ശക്തിയുണ്ടെന്ന് അനുഭവിക്കാൻ കഴിയുന്ന അനുഭവങ്ങൾ ഉണ്ടാകട്ടെ. ഇന്ന് കേൾക്കാൻ പോകുന്ന ഈ വചനത്തിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക, നമ്മളെ തന്നെ സമർപ്പിക്കുക. ആ വചനത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കും. എത്ര കലങ്ങി മറിഞ്ഞ ഒരു വിഷയമാണെങ്കിലും, എത്ര കലങ്ങി മറിഞ്ഞ വെള്ളമാണെങ്കിലും കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് നല്ല പനിനീര് പോലെ തെളിഞ്ഞു വരും. ഇന്ന് നിങ്ങളും ആരൊക്കെയോ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, അതെത്ര കട്ടിയുള്ളതും കടുപ്പമുള്ളതാണെങ്കിലും അതിനകത്തും മാറ്റം ഉണ്ടാകും. അതിനകത്തും ഒരു തെളിച്ചവും വെളിച്ചവും ഒക്കെ വരും. വെള്ളം തെളിയുന്നത് പോലെ ആ പ്രശ്നവും പരിഹരിക്കപ്പെടും. വെള്ളം തെളിയുന്ന പോലെ ആ പ്രശ്നങ്ങൾക്ക് മാറ്റമുണ്ടാവും. നിങ്ങളുടെ ഭവനത്തെ, ആ വീടിരിക്കുന്ന സ്ഥലത്തെ, അതിൻ്റെ ഓരോ മുറികൾ, കടന്നു വരുന്ന വഴികൾ, കയറി വരുന്ന വഴികൾ, വീടിൻ്റെ ചുറ്റോട് ചുറ്റും, വീടിൻ്റെ മുകളിലത്തെ ഭാഗം, താഴത്തെ ഭാഗം എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വീടിനകത്ത് മുഴുവൻ ദൈവ സാന്നിധ്യം വെളിപ്പെടട്ടെ. അങ്ങയുടെ ദൂതന്മാരുടെ കാവലും കരുതലും നിങ്ങളുടെ വീടിനുണ്ടാകട്ടെ. ഇന്ന് വീടിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുവാണ്. ആ വീടിരിക്കുന്ന സ്ഥലത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാണ്. ആ വീട്ടിലുള്ള ഓരോ വ്യക്തികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ വീടിൻ്റെ ഓരോ മുറികൾ, ചിലർ പറഞ്ഞു വീടിരിക്കുന്ന സ്ഥലം ശരിയല്ല, വീടിനെന്തോ ഒരു ദോഷമുണ്ട്, വീടിനെന്തോ ഒരു കുഴപ്പമുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത്. ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? മനപ്രയാസമുണ്ടോ? എങ്ങനെയാലും ഒന്ന് വിൽക്കണമെന്നൊക്കെയാണോ അതുകൊണ്ട് ആഗ്രഹിക്കുന്നത്? അത് വിറ്റാലും വിറ്റില്ലെങ്കിലും നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുക, ആ വീടിനെ വിശുദ്ധീകരിക്കണമേ, ആ വീട് ഒരു അനുഗ്രഹമാക്കി മാറ്റണമേ. ഇന്ന് പറയാൻ പോകുന്ന വചനത്തിൻ്റെ ശക്തി ആ അന്തരീക്ഷത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കട്ടെ. ആ വീടിനകത്ത് സമാധാനം നിറയട്ടെ. ആ വീടിനകത്ത് സ്വസ്ഥത നിറയട്ടെ. ആ വീടിനകത്തു നിന്ന് ദാരിദ്ര്യം മാറട്ടെ. ആ വീടിനകത്തു നിന്ന് എല്ലാ തരത്തിലുള്ള അസ്വസ്ഥതകളും അകൽച്ചകളും പിണക്കങ്ങളും എല്ലാം മാറട്ടെ. സ്നേഹവും ഐക്യവും ഭവനത്തിനകത്ത് വർദ്ധിച്ചു വരട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സമയങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ ഉണ്ടാകട്ടെ. നിങ്ങളുടെ വീട് അനുഗ്രഹമുള്ള ഒരു ഭവനമായി തന്നെ അത് മാറട്ടെ. പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനം ഇന്ന് കേൾക്കുകയാണ്. തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം, 2 തിമോത്തിയോസ് 2-ാം അധ്യായം 19-ാമത്തെ വാക്യം ഒന്ന് കേൾക്കുകയാണ്. എന്നാൽ ദൈവം ഉറപ്പിച്ച അടിത്തറ ഇളകാതെ നിൽക്കുന്നു. അതിൽ ഇങ്ങനെ മുദ്രിതമായിരിക്കുന്നു: കർത്താവ് തനിക്ക് സ്വന്തമായിട്ടുള്ളവരെ അറിയുന്നു. കർത്താവ് തൻ്റെ സ്വന്തമായിട്ടുള്ളവരെ അറിയുന്നു. 19-ാമത്തെ വാക്യം ശ്രദ്ധിക്കുകയാണ്. ദൈവം ഉറപ്പിച്ച അടിത്തറ അതാര് നോക്കിയാലും ഇളകാതെ നിൽക്കുന്നു. പലതും ഇളക്കിപ്പറിച്ച് കളയണമെന്നാണ് പലരുടെയും ആഗ്രഹം. ബന്ധമായാലും സ്വന്തമായാലും ബിസിനസ്സായാലും
പലരും നോക്കുന്നത് ആ ഉറച്ചിരിക്കുന്നതിനെ എങ്ങനെ ഇളക്കിപ്പറിച്ച് അതിൻ്റെ ബലം നഷ്ടപ്പെട്ട് ഒന്നും അല്ലാതാക്കാം. ഇവിടെ ഒരു വാക്കുണ്ട്, ദൈവം ഉറപ്പിച്ച അടിത്തറ ഇളകാതെ നിൽക്കുന്നു. ദൈവം ഉറപ്പിച്ച അടിത്തറ, അത് വേറെ ആരും ഉറപ്പിച്ച അടിത്തറയല്ല, അത് ദൈവം ഉറപ്പിച്ച അടിത്തറയാണ്. അത് ഇളകാതെ നിൽക്കും. നമുക്കിന്ന് പ്രാർത്ഥിക്കണം. പലതും ഇന്ന് ഇളകി പറഞ്ഞായിരിക്കുന്നത്. നല്ല സ്നേഹത്തോടെ ആരംഭിച്ചത്, സന്തോഷത്തോടെ ആരംഭിച്ചത്, ഒത്തിരി സ്വപ്നങ്ങളോടെ ആരംഭിച്ചത്, പ്രതീക്ഷയോടെ ആരംഭിച്ചത് ഒരിക്കലും ഇളകി പറഞ്ഞു പോകല്ല് എന്നാഗ്രഹിച്ച് എന്നും ഇങ്ങനെ ഉണ്ടാകണം, എന്നും ഇങ്ങനെ സ്നേഹത്തിൽ പോകണമെന്നൊക്കെ ആഗ്രഹിച്ചാണ് തുടങ്ങിയതെങ്കിലും പല കാരണങ്ങളാൽ ചില തെറ്റിദ്ധാരണയും പരസ്പരം മനസ്സിലാക്കാൻ കഴിയാത്തതും പരസ്പരമുള്ള വഴക്കും, ഒന്ന് പറഞ്ഞു രണ്ട് പറഞ്ഞു, പിന്നെ അതിനെ ചുറ്റിപ്പറ്റിയുള്ള തെറ്റിദ്ധാരണകളും സംസാരങ്ങളും പലതിനെയും ഇളക്കി. പഴയ പോലെ ഒരു സ്നേഹമില്ല, പഴയ പോലെ ഒരു അടുപ്പമില്ല, പഴയ പോലത്തെ ഒരു സ്വാതന്ത്ര്യമില്ല. അങ്ങനെ അങ്ങ് തട്ടിമുട്ടി അങ്ങ് പോകുന്നു. ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കണം, കർത്താവേ, ഇത് ദൈവം ഉറപ്പിച്ച ഒരു അടിത്തറയാണ്. ഒരു ദുഷ്ടശക്തിക്കും ഒരന്ധകാര ശക്തിക്കും ഒരു തിന്മയുടെ സ്വാധീനത്തിനും ഒരസൂയക്കാരനും ഏഷണിക്കാരനും അതും ഇതുമൊക്കെ പറഞ്ഞു നടക്കുന്നവനും ഈ ഇളക്കാൻ പറ്റാത്ത വിധത്തിൽ അങ്ങയുടെ വചനം കൊണ്ടും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ടും ഒരിക്കൽ കൂടി അതിനെ ഉറപ്പിക്കണമേ, ഒരിക്കൽ കൂടി ഉറപ്പിക്കണമേ. ദൈവം ഉറപ്പിച്ച അടിത്തറ ഇളകാതെ നിൽക്കും. അതൊരിക്കലും ഇളകി പറഞ്ഞു പോകില്ല. ദൈവമാണോ നിങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ അടിത്തറ ഉറപ്പിച്ചത്? ദൈവമാണോ നിങ്ങളുടെ ഭാവിയുടെ അടിത്തറ ഉറപ്പിച്ചത്? ദൈവമാണോ നിങ്ങളുടെ നാളെക്കുറിച്ചുള്ള സ്വപ്നങ്ങളുടെ അടിത്തറ ഉറപ്പിച്ചത്? ദൈവമാണോ ഉറപ്പിച്ചത് അടിത്തറ? അതിളകത്തില്ല, അതിളകാതെ നിൽക്കും. നമ്മൾ ഉറപ്പിച്ച പല അടിത്തറകളുമാണ് നമ്മൾ നമ്മുടെ ബുദ്ധി കൊണ്ടും അന്നേരമുള്ള ഇഷ്ടം കൊണ്ടും സ്നേഹം കൊണ്ടും താല്പര്യം കൊണ്ടും ഉറപ്പിച്ച കുറേ അടിത്തറകളുണ്ട്. അതൊക്കെയാണ് ഇളകിപ്പോയത്, അതൊക്കെയാണ് ഇളകിപ്പറഞ്ഞത്. ദൈവം ഉറപ്പിച്ച അടിസ്ഥാനങ്ങൾ ഇളകാതെ നിൽക്കും. പലതും നമ്മുടെ ബുദ്ധിയിലുണ്ടായ തീരുമാനങ്ങളാണ് നടപ്പിലായത്. പലതും നമ്മുടെ അന്നേരത്തെയുള്ള തോന്നലുകളാണ്. അതൊക്കെ പിന്നീട് അടിത്തറ ഇളകാൻ കാരണമായി. ഭയങ്കര വഴക്കിനും വിഷമത്തിനും പിണക്കത്തിനും ദേഷ്യത്തിനും അകൽച്ചയ്ക്കും അസ്വസ്ഥതയ്ക്കും വെറുപ്പിനും വിദ്വേഷത്തിനും പകയ്ക്കും ഒക്കെ കാരണമായി. ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുക. ജീവിതത്തെക്കുറിച്ച് നല്ല സ്വപ്നങ്ങളുള്ളവർ പ്രാർത്ഥിക്കുക. ദൈവമേ, അങ്ങുറപ്പിച്ച അടിത്തറ ഇളകാതെ മുന്നോട്ട് പോകാൻ ഇടയാക്കണമേ. ബന്ധങ്ങളുടെ അടിത്തറ, കുടുംബജീവിതത്തിൻ്റെ അടിത്തറ, പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ അടിത്തറ ഇളകാൻ പാടില്ല. നമ്മുടെ ഭാവി ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ അടിത്തറ ഇളകാൻ പാടില്ല. ദൈവം ഉറപ്പിച്ച അടിസ്ഥാനം ഇളകാതെ നിൽക്കുന്നു. എന്നിട്ട് അതിലിങ്ങനെ എഴുതിയിട്ടുണ്ട്, അതിലിങ്ങനെ എഴുതി എന്നല്ല, അതിലിങ്ങനെ മുദ്രിതമായിരിക്കുന്നു, കർത്താവ് തനിക്ക് സ്വന്തമായിട്ടുള്ളവരെ അറിയുന്നു. ഈ വചനം കേൾക്കുന്ന, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയും ഓരോ കുടുംബവും ദൈവത്തിന് സ്വന്തമായിട്ടുള്ളവരാണ്. ദൈവത്തിന് സ്വന്തമായിട്ടുള്ളവരാണ്. ദൈവത്തിന് സ്വന്തമായിട്ടുള്ളവരെ ദൈവം അറിയുന്നു. എൻ്റെ അവസ്ഥ ദൈവത്തിനറിയാം. എൻ്റെ മനസ്സിൻ്റെ അവസ്ഥ ദൈവത്തിനറിയാം. എൻ്റെ സാഹചര്യങ്ങൾ ദൈവത്തിനറിയാം. ഞാൻ ഇന്ന് കടന്നു പോകുന്ന ആ അവസ്ഥകളും വിഷമങ്ങളും വേദനകളും ഒറ്റപ്പെടലും തകർച്ചയും നഷ്ടവും കേൾക്കുന്ന പഴികളും മനസ്സാവാച അറിയാത്ത കാര്യങ്ങൾ, ഞാൻ കടന്നു പോകുന്ന നൂൽപ്പാലത്തിലൂടെ കടന്നു പോകുന്ന അനുഭവങ്ങൾ, വറുചട്ടിയിൽ കൂടെ വറുത്തെടുക്കുന്നത് പോലെയുള്ള പൊള്ളുന്ന അനുഭവങ്ങൾ ദൈവത്തിനറിയാം. കാരണം ദൈവവചനം പറയുന്നു,
അതിലിങ്ങനെ മുദ്രിതമായിരിക്കുന്നു, ദൈവത്തിൻ്റെ ആളുകളെ ദൈവത്തിനറിയാം, അവിടുന്ന് തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് തനിക്ക് സ്വന്തമായിട്ടുള്ളവരെ അറിയുന്നു. നിങ്ങൾ നിങ്ങളുടെ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് പറ, ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാണ്, ഞാനും എൻ്റെ കുടുംബവും ദൈവത്തിൻ്റെ സ്വന്തമാണ്, ഈ ശുശ്രൂഷ ദൈവത്തിൻ്റെ സ്വന്തമാണ്. ദൈവത്തിൻ്റെ സ്വന്തമായിട്ടുള്ളതിനെ ദൈവം അറിയുന്നു. ദൈവം അറിയുന്നു, എന്നെ അറിയുന്നൊരു ദൈവമുണ്ട്, എന്നെ മനസ്സിലാക്കുന്നൊരു ദൈവമുണ്ട്, എന്നെ സ്നേഹിക്കുന്നൊരു ദൈവമുണ്ട്, എന്നെ അനുഗ്രഹിക്കുന്നൊരു ദൈവമുണ്ട്, എന്നെ നടത്തുന്നൊരു ദൈവമുണ്ട്. എനിക്കൊരു കുറവും വരാൻ സമ്മതിക്കില്ല, എനിക്കൊരു നഷ്ടവും വരാൻ സമ്മതിക്കില്ല, എൻ്റെ ജീവിതത്തിൽ ഒരു തകർച്ചയും വരാൻ സമ്മതിക്കത്തില്ല. കാരണം ദൈവം തനിക്ക് സ്വന്തമായിട്ടുള്ളതിനെ അറിയുന്നു. ദൈവം ഉറപ്പിച്ച അടിസ്ഥാനം ഇളകാതെ നിൽക്കും. അതാരു മന്ത്രവാദിയോ കൂടോത്രക്കാരനോ ക്ഷുദ്രപ്രയോഗക്കാരനോ അസൂയയുള്ളവനോ ഏഷണിക്കാരനോ പറഞ്ഞു നടക്കുന്നവനൊന്നും ഇളക്കാൻ പറ്റുന്ന ഒന്നല്ല. അത് ദൈവം ഉറപ്പിച്ച അടിസ്ഥാനമാണ്, അത് ഇളകില്ല. പ്രാർത്ഥിക്കുക, കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ഉറപ്പിച്ച അടിസ്ഥാനം ഉറച്ചു തന്നെ ഇരിക്കാൻ, ഒരു ദുഷ്ടശക്തിക്കും അതിനെ തൊടാതിരിക്കാൻ സംരക്ഷണമേകണമേ, സംരക്ഷണമേകണമേ. പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു. നിങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവം ഉറപ്പിച്ച അടിസ്ഥാനം ഇളകാതെ നിന്നോളും. ഭയം വേണ്ട, ആകുലത വേണ്ട. ദൈവമാണോ അത് ഉറപ്പിച്ചത്? അതിളകില്ല. ദൈവമാണോ അതിനടിസ്ഥാനം വിട്ടത്? അതൊന്നും പതറിപ്പോകത്തില്ല. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മൂപ്പെത്താത്ത മരണങ്ങൾ, പരിക്കുകൾ, അപകടങ്ങൾ, നഷ്ടങ്ങൾ, ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും ഞങ്ങളെ സൂക്ഷിക്കണമേ, സംരക്ഷിക്കണമേ. ദീർഘായുസ്സും ആരോഗ്യവും തരണമേ. ഒരു തരത്തിലുള്ള അസ്വസ്ഥതകളെയും അന്ധകാര സ്വാധീനങ്ങളെയും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ സാധ്യതയുള്ള, ഞങ്ങളുടെ സന്തോഷത്തെ കളയുന്ന, സമാധാനത്തെ കളയുന്ന ഏതെങ്കിലും കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ ദൂരെ വച്ച് തന്നെ അതിനെ തട്ടിത്തെറിപ്പിക്കണമേ. ദൂരെ വച്ച് തന്നെ അങ്ങയുടെ കരം അതിനെ തട്ടി മാറ്റണമേ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. നാളെ തിങ്കളാഴ്ചയാണ്. 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ഉള്ള ദിവസമാണ്. 3 കാര്യങ്ങൾ ഓർക്കുന്നു. ഒന്ന്, ഇന്ന് വരെ ഡെയിലി ബ്ലെസ്സിങ്ങിലും നിയോഗ പ്രാർത്ഥനയിലും പങ്കെടുത്തവർ, അതോടൊപ്പം സ്കൂൾ തുറക്കുമ്പോൾ അതിനു മുമ്പ് പ്രാർത്ഥിച്ചൊരുങ്ങിയ ഒരു പുതിയ അധ്യയന വർഷം എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി, അധ്യാപകർക്ക് വേണ്ടി, സ്കൂളുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ഓരോരുത്തർക്കും വേണ്ടി 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടത്തുകയാണ്. 25-ാം തീയതി മുതൽ 1-ാം തീയതി വരെ. ദൈവസമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. സാധ്യമായവർ പങ്കെടുക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. നാളെയും ഒരുമിച്ച് കാണുന്നതുവരെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ.